തുളുമ്പുന്ന കണ്ണുകളോടെ എൻ്റെ 2 കൈകളും കൂട്ടിപ്പിടിച്ചുകൊണ്ടോ സത്യഭാമ പറഞ്ഞു. സഹോദരി, നിങ്ങൾ സ്വന്തം ഭർത്താക്കന്മാരെ വശംവദരാക്കിയതിന് പുറമെ കൃഷ്ണനെയും ജയിച്ചിരിക്കുന്നു. എൻ്റെ ഭർത്താവിനെ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഞങ്ങൾക്കാർക്കും മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. കൃഷ്ണൻ എൻ്റേതാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 8 പേരും തമ്മിൽ വടംവലി നടക്കും. കൃഷ്ണൻ ആരുടേതും ആകുന്നില്ല. ഞങ്ങളെ ദ്വാരകയിലേക്ക് ഉപേക്ഷിച്ച ശേഷം അദ്ദേഹം കൃഷ്ണയുടേതായി തീർന്നു. സഹോദരൻ, ഇന്നു മുതൽ നിങ്ങൾ എൻ്റെ ഗുരുവാണ്. ഞാൻ നിങ്ങളുടെ ഉപദേശപ്രകാരം പ്രവർത്തിച്ചു. അപ്പോഴാണ് കൃഷ്ണൻ എൻ്റേതായി തീരുകയും. ഞാൻ ചിരിച്ചു. സഹോദരിക്ക് വീണ്ടും തെറ്റുപറ്റു. കൃഷ്ണൻ എൻ്റേതായി തീരുമെന്നല്ല പറയേണ്ടത്, ഞാൻ കൃഷ്ണനേതാകുമെന്ന് പറയും. 2 ചങ്ങാതിമാരും എത്ര നേരമായി ഞങ്ങളുടെ സംഭാഷണം കേട്ടുകൊണ്ട് നിൽക്കുന്നു. അതറിയുവാൻ പാടില്ല. അർജുനൻ ഇടയ്ക്ക് കയറി ഭരതം പറഞ്ഞു. മതി കൃഷ്ണേ, നിങ്ങൾ കൃഷ്ണൻ്റേതായി തീർന്നാൽ പിന്നെ അർജുനൻ ആരുണ്ട്? മറുപടി പറയും. അല്ലെങ്കിൽ സമാധാനമുണ്ടാക്കുവാൻ ഭീമനെ വിളിക്കേണ്ടി വരും. അതിൻ്റെ ഫലം എന്തായിരിക്കുമെന്ന് പറയാതിരിക്കുകയല്ലേ നല്ലത്? ഞാൻ നിസ്സങ്കോചം പറഞ്ഞു. ഞാൻ കൃഷ്ണൻ്റേതാണ്, കൃഷ്ണൻ അർജുനൻ്റേതാണ്. അപ്പോൾ കൃഷ്ണയും അങ്ങയുടേതായി. ഇതിലെന്ത് സന്ദേഹം? സത്യഭാമ കണ്ണുകളെ ഇടയിടിച്ച് കുരുപിടുകയായിരുന്നു. ഞാൻ കൃഷ്ണൻ്റേതാ സ്വയം മറന്ന് ജപിക്കുകയായിരുന്നു. കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നുണ്ടായിരുന്നു. കൃഷ്ണൻ വിടവാങ്ങിക്കൊണ്ട് പറഞ്ഞു, ഇനി സത്യഭാമയെപ്പോലെ പട്ടുമഹർഷിമാരെ കൃഷ്ണൻ്റെ അടുത്തേക്ക് അയക്കണമെന്ന് തോന്നുന്നു. എങ്കിൽ മാത്രമേ ആ പിടംവലിയിൽ നിന്ന് എനിക്ക് മോചനം ലഭിക്കൂ. സത്യഭാമ എന്ന സമയത്ത് ഞാൻ അഭിമന്യുവിനെക്കുറിച്ചും എൻ്റെ 5 പുത്രന്മാരെക്കുറിച്ചും അന്വേഷിച്ചു. മടങ്ങിപ്പോകുമ്പോൾ വീണ്ടും ചോദിച്ചു, ഇതിനോടകം അവർ എന്തെല്ലാം പഠിച്ചു? എത്രമാത്രം വലുതായി? ആഹാര രീതികൾ എങ്ങനെ? വനവാസിയായ അമ്മയെ എപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഞാൻ പിന്നിപ്പൊട്ടി. സത്യഭാമ എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അവിടെ സുഭദ്രയുണ്ട്, ഞങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അവർ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് എന്തെന്ന്? അവർക്കൊന്നിനും ഒരു കുറവുമില്ല. നിങ്ങൾ വ്യാകുലപ്പെടാതിരിക്കും. ഇത്രയും കാലം കഴിഞ്ഞില്ലേ? ഇനി 3 വർഷം കൂടി മാത്രം. കുട്ടികൾ ആരോഗ്യവാന്മാരാണ്, തടിച്ചു കൊഴുത്തിരിക്കും. ഇപ്പോൾ അഭിമന്യുവിനെ കണ്ടാൽ അർജുനൻ്റെ അനുജനാണെന്നേ പറയും. ഞാൻ കണ്ണുനീർ തുടച്ചുകൊണ്ട് ചോദിച്ചു, അവർ എന്നെ ഓർമ്മിപ്പിക്കുന്നില്ലേ? കരച്ചിൽ കൂടി വന്നു. അത് കണ്ട് കൃഷ്ണൻ ചിരിച്ചു. സത്യേ, ഇവിടെ നിന്ന് മടങ്ങിച്ചെന്നാൽ ആ കുട്ടികളുടെ വല്ലാതെ കഷ്ടപ്പെടുത്തണം. അർദ്ധപടിയെടുക്കണം, വരുവാൻ കാട്ടിലയക്കണം, നല്ല തല്ലു കൊടുക്കണം. അപ്പോൾ അവർ അമ്മ കൃഷ്ണയെ നന്നായി ഓർമ്മിപ്പിക്കും. കൃഷ്ണയ്ക്കും വനത്തിൽ പാർക്കുമ്പോൾ ഇക്കാര്യം ഓർത്ത് സന്തോഷിക്കാം. ഞാൻ കണ്ണുനീർ തുടച്ച് സത്യയുടെ കൈ പിടിച്ചുകൊണ്ട് വ്യാകുല സ്വരത്തിൽ പറഞ്ഞു, സത്യേ, ഗ്രഹകലഹമുണ്ടാകുവാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞ വാക്കുകളൊന്നും കേൾക്കേണ്ട. അമ്മയുടെ മനസ്സ് പുരുഷനായത് കാരണം അദ്ദേഹത്തിന് മനസ്സിലാകുന്നു. ഭദ്രയെ എൻ്റെ സ്നേഹാന്വേഷണം അറിയിക്കണം. അവളുടെ ഭർത്താവിനെ ഞാൻ സ്വർഗരാജ്യത്തു നിന്ന് തിരികെ കൊണ്ടുവന്ന് പറയാം. അവളുടെ ഭർത്താവായ അർജുനൻ ഇവിടെ നിന്ന് മടങ്ങി വന്നാൽ ദ്രൗപദി അവളുടെ ഭർത്തൃസുഖം പങ്കുവയ്ക്കുകയില്ലെന്ന് പറയാൻ. കർണനെ വധിക്കുന്നതുവരെ ദ്രൗപദി അർജുനന് അസ്പൃശ്യയായി തീർന്നു. ഇത് പറയുമ്പോഴേക്കും എൻ്റെ മുഖം വിഷാദപൂർണമായി. കണ്ണുനീർ മറയ്ക്കുവാൻ വേണ്ടി ഞാൻ എഴുന്നേറ്റ് കുടിലിനുള്ളിലേക്ക് പോയി. മഹർഷി തൃണബിന്ദുവിൻ്റെ ആശ്രമം ദേവേന്ദ്രൻ്റെ നന്ദനോദ്യാനത്തെ മുക്കുവാൻ അധികം രമണീയമായിരുന്നു. അർജുനൻ ആശ്രമ ഭംഗിയിൽ മുഗ്ധനായി ആലോചിക്കുകയായിരുന്നു. ഇതിൻ്റെ മുൻപിൽ നന്ദനോദ്യാനം എത്ര നിസാർ. ഒരു ദിവസം ഭർത്താക്കന്മാർ കാമികവനത്തിലെ ദുർമാർഗ പ്രദേശങ്ങളിൽ നായാട്ടിന് പോയപ്പോൾ ഞാൻ തൃണബിന്ദുവിൻ്റെ ആശ്രമത്തിൽ കഴിയുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് പുരോഹിതനായ ധൗമിനെ എന്നോടൊപ്പം വിട്ടിട്ട് പാണ്ഡവന്മാർ നായാട്ടിന് പോയി. ഞാൻ ചപല ബാലികയെപ്പോലെ ആശ്രമത്തിൽ ചുറ്റി നടക്കും. അവിടുത്തെ ഭംഗിയിൽ മൊഴി തൂലികയും ചിത്രപടവും ഇല്ലാഞ്ഞതിലും കാവ്യാത്മകമായ ആ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുവാൻ സാധിച്ചില്ല. മനസ്സിലെ ആനന്ദം മധുരസംഗീതമായി പൊട്ടിപ്പുറപ്പെട്ടെ. ഞാൻ പൂമ്പാറ്റയെപ്പോലെ ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് മൂളിപ്പാട്ടുമായി നടന്നു നീ. ഉദ്യാനത്തിനപ്പുറം കാട്ടുപാതയാണ്. ഏതോ വിഹാസംഘം അവിടെ ആഡംബരത്തോടെ ആയിരക്കണക്കിന് രഥങ്ങളിൽ വാദ്യാഘോഷങ്ങളോടെ നീങ്ങുന്നുണ്ടായി. വരൻ്റെ വേഷത്തിൽ ഏതോ രാജകുമാരനിരിക്കുന്നു. ദൂരെ നിന്നെൻ്റെ സംഗീതം കേട്ട് അദ്ദേഹം ആകൃഷ്ടനാണെന്ന് തോന്നി. അദ്ദേഹം ഉദ്യാനത്തിലേക്ക് നോക്കി. എന്നെ കണ്ട് സ്തബ്ധനായി തീർന്നു. വരൻ്റെ വേഷത്തിൽ അണിഞ്ഞൊരുങ്ങി വന്ന യുവാവ് രഥത്തിൽ നിന്നിറങ്ങി. ഞാൻ ലജ്ജയോടെ അതിവേഗം ആശ്രമത്തിനകത്ത് കയറിപ്പോയി. ഭർത്താക്കന്മാർ ഇല്ലാതിരുന്ന സമയത്ത് പെൺകുട്ടിയെ പോലെ ഉറക്കപ്പൊടി കൊണ്ട് ഉദ്യാനത്തിൽ ചുറ്റി നടന്നത് ശരിയായില്ല. അല്പസമയത്തിനുള്ളിൽ സുരത മഹാരാജാവിൻ്റെ പുത്രൻ കോരികൾ ആശ്രമവാതിക്കൽ പ്രത്യക്ഷപ്പെട്ടു. ഞാനാകട്ടെ പുതുതായി പൂത്ത കറമ്പം മരത്തിൻ്റെ ശാഖി പിടിച്ചുകൊണ്ട് ആഭരണത്തിലെ നീലാകാശം നോക്കി ഏതോ കവിത മെനഞ്ഞെടുക്കുകയായി. കോടികൻ എൻ്റെ അപൂർവ നാദത്തിൽ വിമോഹിതനായി ചോദിച്ചു, ഹേ സുന്ദരി, നിങ്ങൾ ആരാണ്? യക്ഷകന്യയോ, സ്വർഗത്തിലെ അപ്സരസ്, നാഗകന്യയോ, അതോ വനദേവതയെ? വനത്തിലെ ഹിരിതമയിൽ സൗന്ദര്യത്തിൻ്റെ ദാഹാഗ്നി ഒലിക്കുന്നു. നീലമേഘങ്ങൾ മിന്നൽ പിണർ പോലെ തിളങ്ങി വന്നതും കണ്ടു. നിങ്ങൾ സാഗരാതരങ്ങളെ ലജ്ജിപ്പിക്കുന്നു. പായലിനിടയ്ക്ക് നീലത്താവര പോലെ നിങ്ങളുടെ മുഖം ശോഭിക്കും.
നിങ്ങളുടെ സ്വരം സരസ്വതി ദേവിയുടെ വീണനാദം പോലെ പോയി. നിങ്ങൾ ആരായാലും വേണ്ടില്ല, സിന്ധുദേശത്തിലെ രാജാവായ ജയദ്രഥൻ കാണുവാൻ ആഗ്രഹിക്കും. ഐശ്വര്യസമൃദ്ധമായ ഹസ്തിനാപുരത്തെ മഹാപ്രതാപിയായ ദുര്യോധന മഹാരാജാവിൻ്റെ ഏക സഹോദരിയായ ദുഷളയുടെ ഭർത്താവ് ജയദ്രഥൻ സാൽവദേശത്തെ രാജകുമാരിയെ വിവാഹം ചെയ്യുവാൻ പോവുകയാണ്. വഴിമധ്യേ നിങ്ങളുടെ അപൂർവ സൗന്ദര്യം കണ്ട് അദ്ദേഹം സ്തബ്ധനായി തീർന്നു. ദേവിയുമായി കൂടിക്കാഴ്ച നടത്താതെ വിവാഹത്തിന് പോകുന്നത് ഉചിതമല്ലെന്ന് അദ്ദേഹം വിചാരിക്കരുത്. എൻ്റെ പ്രിയപ്പെട്ട നാത്തൂനായ ദുഷളയുടെ ഭർത്താവിൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷം തോന്നി. കൗരവന്മാർ മാത്രമേ ഞങ്ങളുടെ ശത്രുക്കളായുള്ളൂ. അവരുടെ സഹോദരി ദുഷള പാണ്ഡവന്മാരെയും പ്രിയ സഹോദരിയാണ്. ഞാൻ അവളെ സുശീല എന്നാണ് വിളിക്കുക. ബന്ധുക്കളെയോ കുടുംബക്കാരെയോ കണ്ടിട്ട് വളരെ നാളുകളായി. അതുകൊണ്ട് ഞാൻ ആരാണെന്ന് പരിചയപ്പെടുത്തിയ ശേഷം ജയദ്രഥനെ സത്കാരം സ്വീകരിക്കുവാൻ ക്ഷണിച്ചു. രാജാക്കന്മാർ കൂടുതൽ വിവാഹം കഴിക്കുന്നത് വഴി അന്തസ് വർദ്ധിക്കും. ജയദ്രഥൻ്റെ വിഹായയാത്രയിൽ അന്തസ്സും ആനന്ദവും പ്രദാനം ചെയ്യും. ഇങ്ങനെയൊരു ശുഭവേളയിൽ നാത്തൂൻ്റെ ഭർത്താവിന് ആശംസകൾ നേർന്നില്ല എങ്കിൽ ആളുകൾ എന്തു പറയും? ഷെള എന്തു വിചാരിക്കും? പാണ്ഡവന്മാർ മടങ്ങി വരുമ്പോൾ എന്നെ കുറ്റം പറയുകയും. വരന്റെ വേഷത്തിൽ വന്ന ജയദ്രഥനെ ഞാൻ സ്വീകരിച്ച് അഭിനന്ദിച്ചു. സ്നേഹം നിറഞ്ഞ സ്വരത്തിൽ ചോദിച്ചു, ഈ സഹോദരിയെ തിരിച്ചറിഞ്ഞില്ലേ? അന്യരെ പോലെ അകത്ത് നിന്ന് കൂടിക്കാഴ്ച അനുവാദനം ചോദിച്ചതിൻ്റെ അർത്ഥം എന്താണ്? അങ്ങയെ 1-2 തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ എങ്കിലും ആ മുഖം ഞാൻ മറന്നിട്ടില്ല. സിന്ധുദേശത്തിൻ്റെ അധിപതിയും പ്രതാപിയുമായ ദുര്യോധന മഹാരാജാവിൻ്റെ ശാല്യനുമായ അങ്ങ് രാജഹീനിയും വനവാസിയുമായ പാണ്ഡവ പത്നി ദ്രൗപദിയെ എങ്ങനെ തിരിച്ചറിയും? സുശീല സുഖമായിരിക്കുന്നുവോ എന്ന് വല്ലപ്പോഴുമെങ്കിലും ഓർമ്മിക്കാറുണ്ടോ? അങ്ങ് ഇതുവഴി സാൽവദേശത്ത് പോകുന്ന വിവരം മുൻകൂട്ടി അറിയിച്ചിരുന്നുവെങ്കിൽ പാണ്ഡവന്മാർ തീർച്ചയായും കാത്തു നിന്നേനെ. അവർ അകലെ നായാട്ടിന് പോയിരിക്കുകയാണ്. സന്ധ്യയ്ക്ക് മുൻപ് മടങ്ങി വരുവാനിടയില്ലോ. അവർക്ക് വേണ്ടി ഞാൻ ആശംസകൾ നേരുന്നു. നവവധുവിനെയും കൂട്ടി ഇതുവഴിയാണ് മടങ്ങുന്നതെങ്കിൽ ഒരു രാത്രി പാണ്ഡവന്മാരുടെ ആശ്രമത്തിൽ കഴിച്ചു കൂട്ടണം. ഇപ്പോഴേ ക്ഷണിക്കുകയാണ്. ജയദ്രഥൻ മറുപടി ഒന്നും പറഞ്ഞില്ല. മന്ത്രമുഗ്ധനായ പോലെ എന്നെ നോക്കിക്കൊന്നു നിന്നു. അയാൾ പറഞ്ഞു, സാൽവരാജാവിൻ്റെ പുത്രിയെ വിവാഹം ചെയ്യുവാൻ ഞാൻ പോകുന്നില്ല. നിങ്ങൾ ആരായാലും ശരി, നിങ്ങൾ എൻ്റെ റാണിയാകുവാൻ ഞാൻ ആഗ്രഹിക്കില്ല. സുന്ദരിയായ സ്ത്രീയെ അനുഭവിക്കുന്നത് പുരുഷൻ അന്തസ്സാണ്. നിങ്ങളെപ്പോലെ ഒരു സുന്ദരിയെ ലഭിക്കുന്ന പുരുഷൻ കീർത്തിമാനാകും. പാണ്ഡവന്മാർ ഇങ്ങനെയൊരു രത്നം ധരിക്കുവാൻ യോഗ്യതല്ല. എത്ര ദയനീയാവസ്ഥയിലാണ് ഞാൻ നിങ്ങളെ താമസിപ്പിക്കുന്നത്. ഞാൻ ക്രോധത്താൽ അഗ്നിഗോളമായി മാറി. മതി മതി, ഇനിയൊരു അക്ഷരം ശബ്ദിക്കരുത്. ഇല്ലെങ്കിൽ എൻ്റെ ഭർത്താക്കന്മാരുടെ കൈകളാൽ നിന്റെ മരണം സുനിശ്ചിതമാകും. നീജ, പാവി, വിവാഹിതയായ സ്ത്രീയോട് അപമര്യാദയായി പെരുമാറുന്നവൻ ജീവിക്കുവാൻ അർഹനാണോ? എന്നെങ്കിലും ഒരു ദിവസം നിനക്കിതിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരും. സകമാന്ധനായ ജയദ്രഥൻ എൻ്റെ വാക്കുകൾ കേട്ടില്ല. എൻ്റെ കൈക്ക് പിടിച്ച് വലിച്ച് രഥത്തിൽ കൊണ്ടിരുത്തി. എന്നിട്ട് പറഞ്ഞു, പാണ്ഡവന്മാർ എൻ്റെ മുൻപിൽ വെറും ഭിക്ഷക്കാർ മാത്രം. അവർ വിചാരിച്ചാൽ എനിക്കെതിരെ എന്തു ചെയ്യുവാൻ കഴിയും? സുന്ദരി, ഇന്നു മുതൽ സിന്ധുദേശത്തെ റാണിയായി ജീവിക്കും. രാജസദസ്സിൽ നിങ്ങളെ അപമാനിച്ച ദുര്യോധനൻ്റെ സഹോദരി നിങ്ങളുടെ പാദദാസിയാവും. നിങ്ങളും എന്നോട് യോജിക്കാമെന്ന് ഞാൻ വിചാരിക്കും. ഇതിലും വലിയൊരു പ്രതികാരം ചെയ്യുവാൻ പാണ്ഡവന്മാർക്ക് കഴിയുകയില്ല. രഥം അതിവേഗം മുന്നോട്ട് പോയി. ആ പാപിയെ തൊഴിയിക്കുകയും ചവിട്ടിക്കുകയും ചെയ്തിട്ട് പിടിച്ചുവിട്ട് പുറത്തു ചാടുവാൻ തുടങ്ങി. അയാൾ എന്നെ ഇരു കൈകൾ കൊണ്ടും വരിഞ്ഞു മുറുകി. വിവശയായി ഞാൻ കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ട് മോഹാലസ്യപ്പെട്ടു വീഴും. ബോധം തെളിഞ്ഞപ്പോൾ ഞാൻ ശയ്യയിൽ കിടക്കുകയായിരുന്നു. ചുറ്റിനും ഭർത്താക്കന്മാർ വ്യാകുലരായിരിപ്പുണ്ടായിരുന്നു. പാപിയിൽ നിന്നും ഭോജനം കിട്ടിയില്ലല്ലോ എന്ന് ഞാൻ എൻ്റെ മേൽ ബലാത്കാരം പ്രയോഗിക്കരുത് എന്ന് ധൗമ്യൻ അയാളോട് അഭ്യർത്ഥിച്ചു. അദ്ദേഹത്തെ തൊഴിച്ച ശേഷം ജയദ്രഥൻ ബലൻ പ്രയോഗിച്ച് എന്നെ രഥത്തിൽ കൊണ്ടു തിരുത്തുകയായിരുന്നു. ധൗമ്യൻ ഇത് കണ്ട് എൻ്റെ ഭർത്താക്കന്മാരെ വിവരം അറിയിക്കാൻ വേണ്ടി വനത്തിലേക്ക് ഓടി. അവർ വിവരം അറിഞ്ഞ് ഓടിയെത്തി എന്നെ രക്ഷിച്ചു. എന്നാൽ ആ പാപിക്ക് ഉചിതമായ ശിക്ഷ കൊടുത്തു. ഭീമൻ ആശ്വസിപ്പിച്ചു, പേടിക്കേണ്ട പാഞ്ചാലി, ഇപ്പോൾ സുരക്ഷിതയാണ്. ഞാൻ രൂക്ഷസ്വരത്തിൽ പറഞ്ഞു, ഞാൻ ആ പാപിയുടെ ശവം പോലും കാണുവാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ്റെ കളങ്കപങ്കിലമായ ദേഹം കാട്ടിലെ കുറുനരികൾക്ക് എറിഞ്ഞു കൊടുത്തേക്ക്. മിന്നൽ പിളർന്നോടൊപ്പം മേഘാവൃഷ്ടി പോലെ എൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഓടി. എൻ്റെ വാക്ക് കേട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു, ദ്രൗപദി, നിങ്ങളിൽ നിന്ന് ഇത്രയും ക്രൂരത പ്രതീക്ഷിച്ചില്ല. ജയദ്രഥൻ പാപം ചെയ്തു. ഓരോ പാപത്തിനും മരണശിക്ഷ വിധിക്കുകയാണെങ്കിൽ ഭൂമിയിൽ ആരും ജീവിച്ചിരിക്കുകയില്ല. പുരുഷന്മാർ സുന്ദരിമാരായ സ്ത്രീകളിൽ ആസക്തരാകും. വിവേകിയായ പുരുഷൻ കാമം നിയന്ത്രിക്കും. ജയദ്രഥൻ വിവേകശൂന്യനാണ്. അതുകൊണ്ട് നിങ്ങളെ അപമാനിച്ചു. എങ്കിലും അയാൾ ഞങ്ങളുടെ ഏക സഹോദരിയുടെ ഭർത്താവാണെന്ന കാര്യം മറക്കരുത്. എൻ്റെ ദേഹം സകലം തീ പിടിച്ചതുപോലെ തോന്നും. ഞാൻ ചാടി എഴുന്നേറ്റ് തീക്ഷ്ണസ്വരത്തിൽ പറഞ്ഞു, അങ്ങ് ശ്രീരാമചന്ദ്രനേക്കാളും ക്ഷമാശീലനാണെന്ന് തോന്നും. സീതയെ അപഹരിച്ച കുറ്റത്തിന് ശ്രീരാമൻ രാവണനെ വധിച്ചു കളഞ്ഞു. എന്നാൽ അന്നാവട്ടെ സാലിനായതുകൊണ്ട് പാപിയെ ശിക്ഷിക്കുവാൻ തയ്യാറാവുന്നില്ല. സ്ത്രീയെ അപമാനിക്കുന്നത് ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ലെന്ന് തോന്നുന്നു. സ്ത്രീയെ അപഹരിച്ചു കൊണ്ടുപോയവനോ രാജ്യം തട്ടിയെടുത്തവനോ അഭയം തേടി വന്നാലും അവനെ ജീവനോടെ വിട്ടയക്കുന്നത് ഉചിതമല്ലെന്ന് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവൻ സമൂഹത്തിലെ പ്രധാന ശത്രുവാണ്. ഭീമനന്റെ അഭിപ്രായത്തെ പിന്താൻ അർജുനനും നകുലനും സഹദേവനും മൗനം പാലിച്ചു. യുധിഷ്ഠിരൻ ക്ഷമയുടെ മഹത്വം വീരിക്കാൻ തുടങ്ങി.
ഞാൻ ക്രമേണ ശാന്തത കൈവരിച്ചു. ഈ ഭൂമിയിൽ മനുഷ്യ മനസ്സിൽ ഇത്രയേറെ പാപചേച്ചകൾ നിറഞ്ഞിരിക്കും. ധർമ്മവും ന്യായവും മനസ്സിൽ സത്യവും അപകടത്തിലായിരിക്കും. ഓരോ പാപത്തിനും മരണശിക്ഷ നൽകുകയാണെങ്കിൽ ഭൂമിയിൽ മനുഷ്യൻ അവശേഷിക്കുകയില്ല എന്ന് പറഞ്ഞത് നേര് തന്നെയാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ രീതി അനുസരിച്ച് പാപത്തിൻ്റെ പേരിൽ സ്ത്രീക്ക് ജീവിതകാലം മുഴുവൻ ദുഃഖം സഹിക്കേണ്ടി വരും. ജയദ്രഥൻ്റെ പാപകർമ്മത്തിന് അയാൾക്ക് മരണശിക്ഷ നൽകിയാൽ ദുഷുള്ള ജീവിതകാലം മുഴുവൻ വൈദഭ്യ ദുഃഖം അനുഭവിക്കാം. ഫലത്തിൽ ശിക്ഷ ജയദ്രഥനല്ല, ദുഷുള്ളയാണ് അനുഭവിക്കേണ്ടി വരിക. അനേകം സ്ത്രീകളുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടതുമൂലം പുരുഷന് പാപം മീശുന്നേയില്ല. അതുമാത്രമല്ല, അവൻ്റെ പൗരുഷം വർദ്ധിക്കുകയും ചെയ്യും. ചില രംഗങ്ങളിൽ അത് പാപമാണെന്ന് കരുതിയാൽ അക്ഷന്തവ്യമായ അപരാധമാണെന്ന് ആരും പറയുകയില്ല. അതുകൊണ്ടാണ് പുരുഷൻ ഇത്രയും അഹങ്കാരം. സുന്ദരിമാരെ അപഹരിച്ചു പോകേണ്ട അനേകം ധാരണകളുണ്ട്. അതുകൊണ്ട് ജയദ്രഥൻ സമൂഹത്തിന് നിരക്കാത്ത കാര്യമല്ല ചെയ്ത്. അയാൾ പുരുഷനാണ്, രാജാവാണ്. അയാൾക്ക് രാജകീയ അധികാരങ്ങളുണ്ടോ. എനിക്ക് സമൂഹത്തോട് അരീക്ഷം തോന്നി. ഭർത്താക്കന്മാരോടും സൃഷ്ടാവിനോടും പരിഭവം തോന്നി. ദുഷള്ളിയും എന്നെ പോലെ ഒരു സ്ത്രീയാണ്. സദാചാരമുള്ളവളാണ്, പതിവ്രതയാണ്, മമതമായിയാണ്. ഒരു കുറ്റവും ചെയ്യാതെ അവൾ എന്തിന് പരമദുഃഖം സഹിക്കണം. ഞാൻ ആർദ്രസ്വരത്തിൽ പറഞ്ഞു, എങ്കിൽ ജയദ്രഥനെ മോടിപ്പിച്ചേക്ക്. ദുഷള്ള ഒരു ദോഷവും ചെയ്തില്ലല്ലോ. ജയദ്രഥനെ വധിക്കുന്നത് കൊണ്ട് സമുദായത്തിലെ നീതി നിയമങ്ങൾ മാറുന്നില്ല എങ്കിൽ ദുഷള്ളയുടെ ജീവിതം മാത്രം ദുഃഖമാകുന്നത് എന്തുകൊണ്ട്? സ്ത്രീക്ക് കൽപ്പിച്ചിരിക്കുന്നത് പോലെ പുരുഷനും പരസ്ത്രീഗമനം അക്ഷയവുമായ അപരാധവും ലജ്ജാകരമായ പ്രവൃത്തിയും കരുതപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ലോകത്ത് ഇത്രയേറെ പാപവും വ്യഭിചാരവും വർദ്ധിക്കുമായിരുന്നില്ല. സീതാദേവിയുടെ ജീവിതവും ദുഃഖപൂർണമായിരിക്കുന്നില്ല. രാവണവധത്തിനും ലങ്കാനാശത്തിനും ശേഷം ഭൂമിയിൽ സ്ത്രീയുടെ മേലുള്ള ബലാത്കാരവും മൃഗീയവുമായ അക്രമങ്ങളും ഇല്ലാതായേനെ. രാജ്യവും ധനവും ഐശ്വര്യവും സ്ത്രീയും പുരുഷനെ ജയിക്കുവാനുള്ള ഒരു വസ്തുവുമായി തീർന്നിരിക്കുന്നു. കരുക്ക് കൂടിയവൻ അന്യൻ്റെ ഭാര്യയെ കൈവശപ്പെടുത്തും. പുരുഷനെ യുദ്ധത്തിൽ തോൽപ്പിച്ച ശേഷം അയാളുടെ ഭാര്യയെ കൈവശപ്പെടുത്തുക ക്ഷത്രിയ ധർമ്മത്തിൻ്റെ പ്രതീകമായി തീർ. ജയദ്രഥൻ തോറ്റുപോയത് എൻ്റെ ഭാഗ്യം. ജയദ്രഥൻ ജയിച്ചിരുന്നുവെങ്കിൽ ഞാൻ അയാളുടെ വെപ്പാട്ടിയായി തുടർന്നേനോ. ഞാൻ ജയദ്രഥന് മാപ്പ് കൊടുത്തു. എന്നാൽ സമൂഹത്തിലെ നീതി നിയമങ്ങളും അസമത്വങ്ങളും സ്ത്രീ ജന്മത്തെ ശപിക്കുവാൻ തുടങ്ങി. ഭീമൻ ജയദ്രഥനെ തലമുടനം ചെയ്യിപ്പിച്ചു. പാണ്ഡവന്മാരുടെ ദാസ്യം അംഗീകരിപ്പിച്ചു. എൻ്റെ കാലത്തിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. എന്നോട് ക്ഷമയാചിപ്പിച്ചു. പ്രാണഭയം മൂലമാണ് ജയദ്രഥനെല്ലാം ചെയ്തത്. വരൻ്റെ വേഷത്തിൽ അണിഞ്ഞൊരുങ്ങി വന്ന സിന്ധുരാജാവ് തലമൊട്ടയിടിച്ച് ഒറ്റ വസ്ത്രവും ഇടിച്ച് ദയാനീയമായി നിൽക്കും. ഞാൻ അവജ്ഞയോടെ മുഖം തിരിച്ചു. വിവേകശൂന്യനും കാമാസക്തനുമായ പുരുഷൻ്റെ സ്പർശം പോകട്ടെ, നിഴൽ പോലും കാണരുത്. പതിവൃതായ സ്ത്രീക്ക് യോജിച്ചതല്ല അത്. എൻ്റെ കാലിലെ പൊടി പോലും തൊടുവാൻ നീ യോഗ്യനല്ല. മുണ്ടിത ശിരസ്കനും അർദ്ധനഗ്നനുമായ ജയദ്രഥനെ നീണ്ടു നിവർന്നു കിടന്ന് സംസ്കരിക്കുകയായി. അത് കണ്ട് ഭീമൻ എന്നതിലും പൊട്ടിച്ചിരിച്ചു. ഞാൻ അവിടെ നിന്ന് മാറിപ്പോയി. ലജ്ജിതനും പരാജിതനും ഭംഗമേറിയതിനുമായ ജയദ്രഥൻ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയില്ല. ഹരിദ്വാറിൽ പോയി ശിവനെ പ്രസാദിപ്പിക്കുവാൻ തപസ് ചെയ്തു. ശിവൻ പ്രശസ്തനായി ജയദ്രഥന് വരം ചോദിച്ചു. പാണ്ഡവന്മാരെ യുദ്ധത്തിൽ തോൽപ്പിക്കുവാൻ പറ്റിയ ആയുധം നൽകിയ ഒരു ദിവസമെങ്കിലും പാണ്ഡവന്മാരെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കും. ശിവൻ അരുളി ചെയ്തു, നിന്റെ ഉദ്ദേശം ഞാൻ മനസ്സിലാക്കും. നീ പാണ്ഡവന്മാരെ തോൽപ്പിച്ച് ക്ഷത്രിയധർമ്മം നിയമപ്രകാരം ദ്രൗപദിയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഞാൻ ഏറ്റവും ശക്തമായ ആയുധം നേരത്തെ തന്നെ അർജുനന് നൽകി കഴിയും. എന്തായാലും ഒരു ദിവസം അർജുനനൊഴികെ മറ്റ് 4 പാണ്ഡവന്മാരെ പരാജയപ്പെടുത്തുവാൻ നിനക്ക് സാധിക്കും. ജയദ്രഥൻ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടന്നു. എൻ്റെ ആഗ്രഹം പൂർത്തിയാക്കി. കർണൻ അർജുനെ പരാജയപ്പെടുത്തും. ബാക്കി 4 പേരെ ഞങ്ങൾ 2 പേരും ചേർന്ന് ദ്രൗപദിയെ അനുഭവിക്കും. ഒരേ സമയം പല പുരുഷന്മാരോടൊപ്പം കഴിയുവാനുള്ള പരിശീലനം ദ്രൗപദിക്കുള്ളതിനാൽ അസൗകര്യം ഉണ്ടാവുകയില്ല. ഈ വാർത്ത കേട്ട് ഭീമൻ ക്രുദ്ധനായി യുധിഷ്ഠിരനോട് ചോദിച്ചു, കണ്ടില്ലേ ക്ഷമിച്ചതിൻ്റെ ഫലം. മനസ്സിനൊരു മാറ്റത്തിനു വേണ്ടി കുറച്ച് ദിവസത്തേക്ക് ദൈത്യവനത്തിലേക്ക് പോയി. എൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. എൻ്റെ സൗന്ദര്യവും യൗവനവും എനിക്കൊരു ശാപമായി തോന്നിത്തരും. അർജുനൻ എന്നെ സ്പർശിക്കുകയില്ല എന്ന് ശബ്ദം ചെയ്തിരിക്കുന്നു. വനവാസകാലം അവസാനിക്കാറായി. യുധിഷ്ഠിരൻ അതിനുശേഷമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച ചിന്തയിലാണ്. ഭീമൻ വനത്തിൽ ചുറ്റിത്തിരിയും. കൂടെ ഹിഡംബിയുടെ അടുത്ത് പോയിട്ട് വരും. ഇതിനിടയ്ക്ക് ദുർഗാർക്ക വനത്തിൽ നല്ല വഴികൾ നിർമ്മിക്കപ്പെട്ടിരുന്നു. അതിനാൽ ഭീമൻ മുൻപത്തെ പോലെ തന്നെ എന്നെ കഷ്ടപ്പെടുത്തുന്നു. നകുലൻ ശബരാക്രമത്തിൽ നൃത്തഗീതങ്ങളും ഉത്സവാഘോഷങ്ങളും ലയിച്ചു കഴിയുന്നു. സഹദേവൻ അജ്ഞാതവാസത്തെക്കുറിച്ചുള്ള ആലോചനയിലാണ്. സത്യം പറഞ്ഞാൽ ഞാനൊരു തരം നിസ്സംഗം ജീവിതമാണ് കഴിച്ചുകൂട്ടിയിരിക്കുന്നത്. ക്രമേണ അനുഗ്രഹങ്ങളിൽ നിന്ന് അകന്നു കഴിഞ്ഞു. സന്യാസ ജീവിതത്തിൻ്റെ ആദ്യ പടിയിലെത്തിയെന്ന് തോന്നി. പുരുഷകാമനോടൊപ്പം സ്വന്തം ശരീരത്തോടും യൗവനത്തോടും മനസ്സിൽ വെറുപ്പാടിഞ്ഞു. ഞങ്ങളുടെ എല്ലാ കഷ്ടതകൾക്കും അപമാനത്തിനും രാജനാശത്തിനും വനവാസത്തിനും പിറകെ സുന്ദരിയായൊരു സ്ത്രീയെ കിട്ടാഞ്ഞതിൻ്റെ ഗ്ലാനിയാണ്. ആ സ്ത്രീ ഞാനാണ്, കൃഷ്ണ. വനവാസത്തിനു ശേഷം രാജ്യത്തിന് മടങ്ങിയെത്തുമ്പോൾ ഇനി എന്തെല്ലാം അശുഭങ്ങളാണോ സംഭവിക്കുവാനിരിക്കുന്നത്. ദുര്യോധനൻ, ദുശാസനൻ, കർണൻ, ജയദ്രഥൻ എല്ലാവരും എൻ്റെ മേൽ കണ്ണുവെച്ചിരിക്കുന്നു. ഞാൻ കൂടെ പ്രാർത്ഥിച്ചു, ഹേ പ്രഭു, ഈ സുന്ദരമായ ശരീരത്തിന് പകരം എനിക്ക് ശാന്തി തരൂ. എൻ്റെ ഭർത്താക്കന്മാർക്ക് ശാന്തി നൽകും. ആര്യാവർത്തത്തിൽ ശാന്തി പുനഃസ്ഥാപിക്കും. എൻ്റെ സൗന്ദര്യമെല്ലാം തിരിച്ചെടുത്തിട്ട് ഭൂമിയെ സുന്ദരമാക്കും. മനുഷ്യഹൃദയത്തെ സുന്ദരമാക്കും.
എന്നാൽ എൻ്റെ പ്രാർത്ഥന ആര് കേൾക്കാൻ? ജപവും തപവും പൂജയും ഉപാസനയും കാരണം എൻ്റെ കാന്തി വർദ്ധിച്ചു. ഞാൻ കൂടുതൽ ഭംഗിയുള്ളവളായി. അന്ന് അരുവിയിലെ ജലത്തിന് സ്വന്തം പ്രതിബിംബം കണ്ട് ഞാൻ മുഗ്ധയായി. മനസ്സിലൊരു ശങ്കയുദിശി. കരുത്തുറ്റ ഒരു പുരുഷൻ സൗന്ദര്യത്തിൻ്റെ ലോപത്തിൽ എന്നെ ബലാത്കാരം ചെയ്യുവാൻ വരുന്നെന്ന് തോന്നി. ബലാത്കാരവും അനാചാരവുമാണല്ലോ ഈ ലോകത്തിപ്പോൾ നടക്കുന്നത്. പെട്ടെന്നൊരു ശബര യുവാവ് അങ്ങോട്ട് ഓടിയെത്തി. അമ്മേ, സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ കാട്ടിൽ വീണ് കിടക്കുക. അദ്ദേഹത്തിൻ്റെ ദേഹത്തിൽ നിന്നും ചെവിയിൽ നിന്നും രക്തമൊഴുകുക. തലയിൽ രാജമുകുടം ധരിച്ചിട്ടുണ്ട്. രക്തമൊഴുകുന്ന അവസ്ഥയിലും വേട്ടയാടുകയായി. അദ്ദേഹത്തിന് ഒരു കടുവായുമായി ഏറ്റുമുട്ടുമ്പോൾ അപ്രതീക്ഷിതമായ വിഷദർഭത്തിന് കടിയേറ്റ് മോഹാലസ്യപ്പെട്ടു വീണു. ഞങ്ങൾ പച്ചില മരുന്നുകളും മന്ത്രമന്ത്രങ്ങളും പ്രയോഗിച്ചു കൊടുത്തു. ഒന്നും ഫലിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ കാളകൂട വിഷം ലയിച്ചു ചേർ. മഹർഷി വിപ്രാധാനൻ പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് ഭക്ഷ്യമൃഗാദികളെ വശീകരിക്കുവാനുള്ള ശക്തിയുണ്ടെന്ന്. അമ്മ ആജ്ഞാപിച്ചാൽ വിഷദർഭമായ യുവാവിൻ്റെ മുറിവുകളെ വിഷം വലിച്ചെടുത്ത് അയാളുടെ പ്രാണൻ രക്ഷപ്പെടുത്തുമെന്നും ദ്വൈതവനത്തിലെ നരഭോജിയുടെ കടുവയെ കൊന്നിട്ട് യുവാവ് നമുക്ക് വലിയ ഉപകാരം ചെയ്തു എന്നതും ഇയാൾ മരിച്ചുപോയാൽ ഭയം മൂലം ഇനിയാരും ദ്വൈതവനത്തിൽ വരികയില്ല എന്നും പറഞ്ഞു. ഞാൻ സമയം കളയാതെ വേഗം നടന്ന് മോഹാലസ്യപ്പെട്ട് കിടക്കുന്ന യുവാവിൻ്റെ അടുത്തെത്തി. ഇതാര്? മഹാപരാക്രമിയും ധനവീരരുമായ കർണൻ. കവചകുണ്ടലങ്ങൾ ദാനം ചെയ്തതിൻ്റെ ഫലമുണ്ടായ മുറിവുകൾ ഉണങ്ങിയിട്ടില്ല. ഇദ്ദേഹം നിഷ്ഠൂരനായ ദാതാവാ. നിഷ്ഠൂരനും കഠോരനും ഇല്ലെങ്കിൽ ആരെങ്കിലും ദാതാവെന്ന പ്രശസ്തിക്ക് വേണ്ടി സ്വന്തം ശരീരം കയറിമുറയ്ക്കുവാൻ തുനിയും. ശപിക്കപ്പെട്ട ആ പുരുഷന്റെ മനസ്സിൽ എന്തോ ഒരു ആകർഷണം തോന്നി. അടുത്ത നിമിഷം അർജുനവധത്തിന്റെ പ്രതിജ്ഞ ഓർമ്മ വന്നു. ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഭയമോ ആശങ്കയോ ഇല്ലാതെയാവും. വിഷം വ്യാപിച്ച കർണൻ മരിച്ചുപോകും. അർജുനൻ നിഷ്കണ്ഠനായി കഴിയുകയും ചെയ്യും. ദുര്യോധനന്റെയും ശക്തിയുടെയും അഹങ്കാരത്തിന്റെയും മുറിവ് പറ്റും. അയാൾ പാണ്ഡവന്മാരോട് അഭയം വ്യാസം. ഹസ്തിനാപുരം മാത്രമല്ല, ഇന്ദ്രപ്രസ്ഥവും പാണ്ഡവന്മാരിൽ ലഭിക്കും. കർണവധം നടത്തി കുന്തിദേവിയുടെ മനസ്സിന് കരുണാദയം നിറച്ചെന്ന അപരാധം അർജുനൻ ഉണ്ടാവുകയും. എന്തുകൊണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മനസ്സ് ദുർബലമായി. എൻ്റെ ഉള്ളിലെ വാത്സല്യമയായ സ്ത്രീ പുരുഷന്റെ ദുഃഖവും വേദനയും മരണവും ആലോചിച്ച് കാതരായി. എൻ്റെ ഉള്ളിൽ കുന്തിയുടെ കരുണ വിലപിച്ചു. അറിയാതെ തന്നെ ഞാൻ അമ്മയെ. മരണവക്രത്തിലാകപ്പെട്ട മനുഷ്യൻ എൻ്റെ മുൻപിൽ കിടക്കും. എനിക്ക് അയാളുടെ പ്രാണൻ രക്ഷിക്കുവാൻ കഴിയും. ഇതൊരു സാധാരണ മനുഷ്യനല്ല, പരമസുന്ദരനും മഹാവീരനുമായ കർണനാ. ഒരിക്കൽ എൻ്റെ പ്രാണൻ രക്ഷിച്ച ഈ പുരുഷൻ എൻ്റെ ഭർത്താവിൻ്റെ ശത്രുവാണെന്ന കാര്യം ഞാൻ മറന്നു. എന്നെ പീഡിപ്പിച്ചതും അപമാനിച്ചതും എൻ്റെ മനസ്സിൽ വിട്ടകൻ. എൻ്റെ ഭാവിയുടെ പാതിയിൽ മുള്ളു വിതറി നിൽക്കുന്ന കർണൻ്റെ രൂപം കണ്ണിൽ നിന്നു മറന്നു. ഒരു വീരപുരുഷൻ, കുന്തിയുടെ ധർമ്മപുത്രൻ, എൻ്റെ പ്രാണരക്ഷകനായ ഒരാൾ ഭൂതം കെട്ടിക്കിടക്കുന്നു. ഞാൻ കാളസർപ്പത്തെ വിളിച്ചു വരുത്തുവാനുള്ള മന്ത്രം ചൊല്ലി. അതെന്നെ കാത്തുകിടക്കുകയായിരുന്നു തോന്നി. എൻ്റെ നിർദ്ദേശപ്രകാരം അത് മുറിപ്പാടിൽ താഴ്ത്തി പതുക്കെ വിഷം വലിച്ചെടുത്തു. എന്നിട്ടും അതിവേഗം ഘോരവനത്തിലെങ്ങോ മറയും. കർണൻ്റെ ദേഹത്ത് ചലനങ്ങളുടെ ലക്ഷണം കണ്ടു. ഞാൻ നിർദ്ദേശിച്ചനുസരിച്ച് ശബര യുവാക്കൾ ചില ഔഷധ സസ്യങ്ങൾ കൊണ്ടുവന്ന് കർണൻ്റെ ദേഹത്ത് പൂശി. രക്തപ്രവാഹം നിലച്ചു. ക്രമേണ ബോധം വീണ്ടും കിട്ടി. അദ്ദേഹം എഴുന്നേറ്റിരുന്നു. കണ്ണു തുറന്ന് ചുറ്റും നോക്കുന്നതിന് മുമ്പ് ഞാൻ അവിടെ നിന്നെ മാറിക്കളഞ്ഞു. കർണനെ പോലെ അഹങ്കാരിയായ പുരുഷൻ്റെ കൃതജ്ഞതയിലും അഹങ്കാരമുണ്ടായിരിക്കും. അതിൻ്റെ ഭാരം സ്നേഹിക്കുവാൻ എനിക്ക് കഴിയുകയില്ല. എനിക്ക് ജീവൻ തന്നയാളാണ്. ഞാൻ ആ കടം വീട്ടി. എനിക്ക് കൃതജ്ഞത ആവശ്യമില്ല. കർണൻ്റെ മധുമന്ത്ര സ്വരം കേട്ടു. ഏത് ദേവിയാണ് എന്നെ രക്ഷിച്ചത്? ആരായാലും ഞാൻ അവരെ നമിക്കുന്നു. ജീവൻ തന്ന അവർ എനിക്ക് മാതൃതുല്യമാണ്. ജന്മം തന്ന സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. ജീവൻ തന്ന ദേവിയുടെ രൂപം എത്രമാത്രം എനിക്ക് കാണുവാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതം ധന്യമാണ്. അതവനും ശപിക്കപ്പെട്ടവനുമായി ഈ സന്താനത്തിൻ്റെ എല്ലാ തെറ്റുകുറ്റങ്ങളും ക്ഷമിക്കണം. നിങ്ങൾ അമ്മയാണോ? ക്ഷമാശീലയാണ്. നിങ്ങളോടെങ്കിലും മറ്റൊരു സ്ത്രീയോട് ഞാൻ അപരാധങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഞാൻ പുരുഷനാണ്. പൗരുഷത്തെ അപമാനിക്കുന്നത് ഒരിക്കലും മറക്കുവാൻ കഴിയുന്നില്ല. മരണം വരെ മറക്കുവാൻ പറ്റുകയില്ല. ഇന്ന് ഞങ്ങളുടെ സമ്പത്തും സമൃദ്ധിയും പാണ്ഡവന്മാരെ കാണിക്കുവാൻ വേണ്ടി ദുര്യോധനനെയും വിളിച്ചുകൊണ്ട് വന്നതാണ്. എന്നാൽ സ്വയം വിഷയജ്വാല തീക്കനലായി മടങ്ങിപ്പോവുകയാണ്. ശക്തി സ്വരൂപിണിയായ സ്ത്രീ, നിങ്ങളെ ഞാൻ സ്മരിക്കുന്നു. ഞാൻ എക്കാലവും ശക്തിയുടെയും സൗന്ദര്യത്തിൻ്റെയും ഉപാസകനാണ്. എന്നാൽ ആ സ്ത്രീയെ വെറുതെ വിടുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ദേവി എന്നോട് ക്ഷമിക്കാം. ഞാൻ അതിവേഗം കാട്ടുപാതയിലൂടെ മടങ്ങുകയായിരുന്നു. എൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു. കർണൻ്റെ ഹൃദയവേദന എൻ്റെ മാതൃഹൃദയത്തെ സ്പർശിച്ചു. മനസ്സിലെ കമ്പികൾ നാദം മുഴുവനിപ്പിച്ചു. കർണൻ്റെ എല്ലാ അപരാധങ്ങളും അവിവേകങ്ങളും ഞാൻ ക്ഷമിച്ചു. മക്കളുടെ എല്ലാ അപരാധങ്ങളും അമ്മയ്ക്ക് ക്ഷമിക്കാൻ കഴിയും. ആശ്രമത്തിലെത്തി കർണനും ദുര്യോധനനും ദ്വൈതവനത്തിൽ വന്ന വാർത്ത അറിയിച്ചു. കർണന് ജീവൻ നൽകിയ വിവരവും പറയും. എൻ്റെ വാക്കുകൾ കേട്ട് യുധിഷ്ഠിരനും അർജുനനും അഭിനന്ദിച്ചു. യുധിഷ്ഠിരൻ പറഞ്ഞു, ദ്രൗപദിയുടെ പുണ്യകാരി പൊടിച്ച്. അർജുനൻ പറഞ്ഞു, കർണവധത്തിനുള്ള അവസരം ദ്രൗപദി കാരണമാണ് ലഭിച്ചത്. അയാളിത് മരിച്ചു പോയിരുന്നില്ലെങ്കിൽ അയാളെ വധിക്കുന്നതിനുള്ള ആനന്ദം എനിക്ക് നഷ്ടപ്പെടുമായിരുന്നു. ഭീമന് ദേഷ്യം തോ. ദ്രൗപദി പ്രശംസയ്ക്ക് വേണ്ടി ദാഹിക്കുന്നു. നമ്മുടെ നിത്യശത്രുവിനെ ജീവൻ നൽകി അനുമോദനം പിടിച്ചു വാങ്ങുന്നു. ദ്രൗപദി കാരണമാണ് കർണൻ നമ്മുടെ നിത്യശത്രുവായത് തന്നെ. ഭീമന്റെ ക്രോധം നിറഞ്ഞ വാക്കുകൾ കേട്ട് എനിക്ക് അല്പം ദുഃഖമുണ്ടായി. എങ്കിലും മിണ്ടാതിരുന്നു. അദ്ദേഹം എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. അല്പം കഴിഞ്ഞ് മറ്റൊരു വാർത്ത അറിഞ്ഞു. ഗന്ധർവരാജാവായ ചിത്രസേനൻ ദുര്യോധനെ ബന്ധനസ്ഥനാക്കി.
ഗന്ധർവരാജാവ് അപ്സരകർഷകളോടുത്ത് ദ്വൈതവനത്തിലെ സരസിൽ ജലക്രീഡ ചെയ്യുകയായിരുന്നു. ദുര്യോധനൻ അവരെ മാന്യമല്ലാത്ത വിധത്തിൽ നോക്കിക്കൊണ്ടേയിരുന്നു. കാമാതുരനായ ദുര്യോധനോട് അവിടെ നിന്ന് മാറിപ്പോകുവാൻ കാവൽക്കാരൻ അഭ്യർത്ഥിച്ചു. അയാൾ വഹിച്ചില്ല. ഗന്ധർവനുമായി യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ കർണനില്ലായിരുന്നു. ദുര്യോധനൻ പരാജയപ്പെടുകയും ബന്ധനസ്ഥനാവുകയും ചെയ്തു. വിവരമറിഞ്ഞ് പാണ്ഡവന്മാർ 5 പേരും പെട്ടെന്ന് ചിത്രസേനന്റെ അടുത്ത് ഓടിയെത്തി. സ്നേഹിതനായ അർജുനെ കൊണ്ട് ചിത്രസേനൻ ആനന്ദമുണ്ടായി. ദുര്യോധനെ സ്വതന്ത്രനാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അർജുനൻ പറഞ്ഞു, ദുര്യോധനന്റെ മോശമായ പെരുമാറ്റത്തിന് ഞങ്ങൾ ക്ഷമ ചോദിക്കും. ഞങ്ങളുടെ ജ്യേഷ്ഠൻ യുധിഷ്ഠിരൻ ഇദ്ദേഹത്തെ മോചിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്തൊക്കെയായാലും കൗരവന്മാർ ഞങ്ങളുടെ സഹോദരന്മാരാണല്ലോ. ഞങ്ങൾ ഇവിടെയുള്ളപ്പോൾ അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കുന്നത് ഞങ്ങളുടെ വംശത്തെ തന്നെ ക്ഷീണമാണ്. നമ്മുടെ പരസ്പര സൗഹൃദമോർത്ത് താങ്കൾ അദ്ദേഹത്തെ മോചിപ്പിക്കും. ചിത്രസേനൻ ആശ്ചര്യം പോലും. നിങ്ങളെ അപമാനിക്കുവാൻ വേണ്ടി സ്വന്തം പ്രതാപം കാണിക്കുവാൻ സൈന്യസമേതം വന്നതാണ് അയാൾ. അങ്ങയുടെ പിതാവായ ഇന്ദ്രൻ വിവരമറിഞ്ഞ ഇയാളെ തോൽപ്പിക്കുവാൻ എന്നോട് ഇങ്ങോട്ട് അയച്ചു. എന്നിട്ട് നിങ്ങൾ തന്നെ ഇയാളുടെ പക്ഷം പിടിച്ച് മോചനം ആവശ്യപ്പെടുകയാണ്. ഇതുതന്നെയാണ് അദ്ദേഹത്തിന് ഉചിതമായ ശിക്ഷ. ഞങ്ങളുടെ പ്രതാപം കാണിക്കുവാൻ വേണ്ടി വന്ന് ഞങ്ങളുടെ സഹായവും സഹതാപവും സ്വീകരിച്ച് ബന്ധവിമുക്തനാകുന്നത് അപമാനകരമല്ലേ? അർജുനൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ചിത്രസേനൻ അദ്ദേഹത്തെ മോചിപ്പിച്ചു. പാണ്ഡവന്മാരുടെ പാദം തൊട്ട് നമസ്കരിക്കും എന്ന് ആജ്ഞാപിച്ചു. ചിത്രസേനന്റെ പാദം തൊട്ട് തൊഴുവാൻ പാണ്ഡവന്മാർ ദുര്യോധനനോട് പറഞ്ഞു. എല്ലാവരുടെയും പാദം തൊട്ട് തൊഴുത ശേഷം ലജ്ജിതനും അപമാനിതനുമായ ദുര്യോധനൻ ഹസ്തനാപുരയിലേക്ക് മടങ്ങി. ആശ്രമത്തിലെത്തിയപ്പോൾ ഭീമൻ പറഞ്ഞു, കർണൻ എത്ര വഞ്ചകനാണെന്ന് നോക്കൂ. സ്നേഹിതൻ ആപത്തിൽപ്പെട്ടപ്പോൾ അയാളെ ഉപേക്ഷിച്ചിട്ട് മാറിക്കളഞ്ഞു. ഇത് പുരുഷോചിതമാണോ? സഹദേവൻ പറഞ്ഞു. കർണൻ അഹങ്കാരിയാണെന്നതിൽ സംശയമില്ല. എന്നാൽ കാമുകനോ ലംബടനോ അല്ല. അദ്ദേഹത്തെ പോലെ സൽസ്വഭാവിയായ പുരുഷന്മാർ ആര്യാവർത്തത്തിൽ വിരളമാണ്. ദുര്യോധനന്റെ അമാന്യമായ പെരുമാറ്റം ഇഷ്ടപ്പെടാഞ്ഞതുകൊണ്ട് മടങ്ങിപ്പോ. ദ്രൗപദിയോട് അദ്ദേഹത്തിന് ദ്വേഷം. അതുകൊണ്ട് അവരുടെ സ്ഥിജന്മര്യാദയില്ലാതെ പെരുമാറിക്കാം. എന്നാൽ അദ്ദേഹം ഒരു കാലത്തും കാമാസക്തങ്ങില്ല. കർണൻ തൻ്റെ നിശത്രുവാണ്. എങ്കിലും അദ്ദേഹത്തോടുള്ള ആദരവ് മൂലം ഞാൻ തലകുലിച്ചു. അജ്ഞാതവാസത്തെക്കുറിച്ചുള്ള ചിന്ത എല്ലാവരെയും അലട്ടിക്കൊണ്ടേയിരുന്നു. യുധിഷ്ഠിരൻ നിർവികാരനായിരുന്നു. അജ്ഞാതവാസകാലത്ത് കൗരവന്മാർ നിങ്ങളെ തിരിച്ചറിഞ്ഞാൽ വീണ്ടും 12 വർഷത്തെ വനവാസം ഉണ്ടാകേണ്ടി വരും. യുധിഷ്ഠിരൻ അതുതന്നെയാണ് ആഗ്രഹിച്ചതെന്ന് തോന്നുന്നു. ഹസ്തിനാപുരിയിൽ തിരിച്ചെത്തിയാലുടൻ യുദ്ധം അനിവാര്യമായി തീരുമെന്ന് അദ്ദേഹത്തിന് അറിയാമായി. അദ്ദേഹം ഞങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് സംഭവിക്കുവാനുള്ളതെല്ലാം സംഭവിക്കും. അതിനെക്കുറിച്ച് ആലോചിച്ച് ഇപ്പോഴേ വിഷമിക്കുന്നതെന്ത്? ഒരു ദിവസം ദൈത്യവനത്തിൽ ചുറ്റി നടന്ന് ഞങ്ങൾ നന്ദി ക്ഷീണിച്ചു. യുധിഷ്ഠിരന് നല്ല ദാഹം തോന്നാം. അടുത്തുള്ള സരസിൽ നിന്ന് വെള്ളം കൊണ്ടുവരുവാൻ സഹദേവന്റെ അദ്ദേഹത്തെ കാണാൻ നകുലിനെ അയച്ചു. നകുലിനെ കാണാതായപ്പോൾ അർജുനനെയും കുറെ കഴിഞ്ഞ് ഭീമനെയും അയച്ചു. യുധിഷ്ഠിരനും ഞാനും ഏറെ കാത്തുന്നത്. എൻ്റെ മനസ്സ് ശങ്കാചുല്യമാണ്. യുധിഷ്ഠിരൻ അടുത്തുണ്ടായിരുന്നുവെങ്കിലും ലോകം ശൂന്യമായതുപോലെ പോകും. ഒടുവിൽ ഞങ്ങൾ 2 പേരും സരസിനടുത്തേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച 4 പേരും സുഖമായി കിടന്നുറങ്ങും. ഞാൻ ചിന്തിച്ചു, എന്തൊരു ഉത്തരവാദിത്വമില്ലായ്മ. ജ്യേഷ്ഠൻ ദാഹിച്ച് വലഞ്ഞിരിക്കും. ഇവർ സുഖമായി കിടന്നുറങ്ങും. ഞാൻ അർജുനന്റെ കാൽക്കലിൽ അത്യന്തം ക്ഷീണിതനും തേജസ്സില്ലാത്തവനുമായി കാണപ്പെട്ടു. മനസ്സ് വ്യാകുലമായി. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, ദ്രൗപദി, നിങ്ങൾ വിദൂഷിയാണ്. സത്യത്തിൻ്റെ മുൻപിൽ തലകുനിക്കാതെ മനുഷ്യന് മറുപായുവൊന്നുമില്ല. എല്ലാവരും എന്തെങ്കിലും ഒരിക്കൽ മരിക്കും. എന്നാൽ എല്ലാവരും അകാലത്തിൽ എന്നെ വിട്ടുപോയല്ലോ എന്നതിലാണ് ദുഃഖം. എനിക്കൊന്നും മനസ്സിലായില്ല. ആര് പോയി? ആർക്കു വേണ്ടിയാണ് ഇദ്ദേഹം പറയുന്നത്? ജീവിതത്തിൽ ആദ്യമായി യുധിഷ്ഠിരൻ കണ്ണുനീർ വാർക്കുന്നത് ഞാൻ കണ്ടു. സഹോദരന്മാരുടെ ഗുണഗണങ്ങൾ സ്മരിച്ച് സ്വന്തം ദാഹത്തെ പഴിച്ചു. എൻ്റെ 4 ഭർത്താക്കന്മാരും മരിച്ചുപോയോ എന്നെനിക്ക് മനസ്സിലായി. അർജുനൻ്റെ പാദങ്ങൾ തലചേർത്ത് വെച്ച് ഞാൻ വാവിട്ട് കരഞ്ഞു. അർജുനൻ്റെ പ്രതിജ്ഞ ഞാൻ മറന്നുപോയി. ഞാൻ ബോധരഹിതനായി. എൻ്റെ മുഖത്ത് തളിക്കുവാൻ വെള്ളമെടുക്കുന്നതിന് വേണ്ടി യുധിഷ്ഠിരൻ ജലാശയത്തിലേക്ക് നടന്നു. കുനിഞ്ഞ് കൈക്കുമ്പിളിൽ വെള്ളമെടുക്കുവാൻ തുടങ്ങിയപ്പോൾ മരക്കൊമ്പിലിരുന്ന പക്ഷി ചലിച്ചു. ഈശ്വര, ആദ്യം എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരൂ. ഇല്ലെങ്കിൽ ഈ 4 പാണ്ഡവന്മാരുടെ അവസ്ഥ നിങ്ങൾക്കുമുണ്ടാകും. ഞാൻ യക്ഷനാ, ഈ ജലാശയത്തിൻ്റെ രക്ഷകൻ. ഇവർ 4 പേരും എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാതെ വെള്ളം കുടിക്കുവാൻ ശ്രമിച്ചതിന് ഫലം കാണുന്നില്ലേ? യുധിഷ്ഠിരൻ നിവർന്നു യക്ഷൻ്റെ ചോദ്യങ്ങൾക്ക് ഗാംഭീര്യത്തോടെ ശരിയായ ഉത്തരം നൽകി. എനിക്ക് ബോധം വീണ്ടും കിട്ടുകയായിരുന്നു. യുധിഷ്ഠിരൻ്റെ പാണ്ഡിത്യപൂർണ്ണമായ വാക്കുകൾ കേട്ട് എനിക്ക് അദ്ദേഹത്തോടുള്ള ആദരവ് വർദ്ധിച്ചു. സന്തുഷ്ടനായ യക്ഷൻ പറഞ്ഞു, നിങ്ങളുടെ ഉത്തരങ്ങൾ എന്നെ ആനന്ദിപ്പിക്കും. ഈ 4 പേരിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ ഞാൻ ജീവിപ്പിക്കാം. ആരെ വേണം? യുധിഷ്ഠിരൻ ഉടനടി മറുപടി പറഞ്ഞു, നകുലിനെ രക്ഷിച്ചാൽ. എനിക്ക് സന്തോഷം തോന്നി. എന്നാൽ അർജുനൻ ജീവിക്കുകയില്ലല്ലോ എന്നോർത്ത ദുഃഖവും ഉണ്ടായി. ഞാൻ മനസ്സിൽ ചോദിച്ച ചോദ്യം യക്ഷൻ നേരിട്ട് ചോദിച്ചു. ഭീമനും അർജുനനും താങ്കളുടെ 2 കൈകളാണ്. അവർ കുന്തിപുത്രന്മാരാണ്. എന്നാൽ അവരെ വിട്ടിട്ട് മാതൃപുത്രനായ നകുലൻ്റെ ജീവൻ ആവശ്യപ്പെട്ടത് എന്തുകൊണ്ട്? യുധിഷ്ഠിരൻ ന്യായത്തിൻ്റെ മഹത്തായ ഉദാഹരണം മുന്നോട്ട് വെച്ചു. കുന്തിയുടെ മൂത്ത മകനായ ഞാൻ ജീവിച്ചിരിക്കുന്നു. ആ വിധത്തിൽ മാതൃയുടെ മൂത്ത മകനായ നകുലനും ജീവിച്ചിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യക്ഷൻ അദ്ദേഹത്തിൻ്റെ നിഷ്പ്രഭതയിൽ സന്തുഷ്ടനായി. ഉടൻ തന്നെ 4 പേരെയും ജീവിപ്പിച്ചു. ഞാൻ അപ്പോഴും അർജുനൻ്റെ പാദങ്ങളിൽ പിടിച്ച് കരയുകയായിരുന്നു. അർജുനൻ കാൽ പിന്നോട്ട് വലിച്ചു. നിങ്ങളെല്ലാവരുടെയും ഭാര്യയാം. എല്ലാവരോടും തുല്യമായി പെരുമാറണം.
സ്വയംവരത്തിൽ ഞാൻ ജയിച്ചതിനാൽ എന്നോട് കൂടുതൽ പ്രേമവും വേദനയും ഉണ്ടാകുന്നത് ന്യായമാണ്. അന്യായത്തെ പ്രോത്സാഹിപ്പിച്ചാൽ പാണ്ഡവന്മാരുടെ പരാജയം സുനിശ്ചിതമാണ്. എന്നെ ദുഃഖം കൊണ്ട് അർജുനനെ എന്നെ വിശ്വസിപ്പിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ ന്യായത്തിൻ്റെയും നിയമത്തിൻ്റെയും വാക്കുകൾ ഉദ്ധരിച്ച് അദ്ദേഹം വീണ്ടും എന്നെ അസ്പൃശ്യാത്തി തുടരുന്നു.